ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലോചിച്ചിരുന്നില്ല അയ്യപ്പൻ്റെ ശക്തിയെപ്പറ്റി. തട്ടിപ്പും വെട്ടിപ്പും അവിടെയും കാണിക്കാമെന്ന് ഒരു വിശ്വാസിയല്ലാത്ത പിണറായിക്ക് അറിയില്ലായിരുന്നു. നമുക്കറിയാം, തിരുകേശത്തെ ബോഡി വേസ്റ്റ് എന്ന് വിളിച്ച പിണറായി വിജയൻ, ശ്രീകൃഷ്ണൻ ആരാണെന്ന് ചോദിച്ച പിണറായി വിജയൻ, ബിഷപ്പുമാരെ നിർഗിഷ്ട ജീവികളായി കണ്ട പിണറായി വിജയൻ, അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം പൊടുന്നനവേ വലിയ വിശ്വാസിയായി മാറുമ്പോൾ വളരെ വ്യക്തമാണ് അത് വിശ്വാസമല്ല, നടത്തിയ കള്ളത്തരത്തിൻ്റെ പ്രായശ്ചിത്തവും അതിനോടുള്ള ഭയവും എന്നുറപ്പാണ്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും UDF ഇതിന് എതിരായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് UDF സമരവും ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ ഇവിടെ സത്യം തെളിയില്ല എന്നുറപ്പാണ്. അതുതന്നെയാണ് UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണ ഏജൻസി വരണം. അത് CBI ആണ്. ആ CBIയെ ഏൽപ്പിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇവിടെ നിന്ന് അന്വേഷിച്ചാൽ സത്യസന്ധമായ റിപ്പോർട്ടുകൾ പുറത്തു വരികയേയില്ല എന്നുറപ്പിക്കുമ്പോൾ ഇത്രയും വലിയൊരു ദേവാലയത്തിൻ്റെ കാര്യമായതുകൊണ്ട് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കോ അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ എത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ ഹൈന്ദവ വിശ്വാസികളെല്ലാവരും തന്നെ പ്രാർത്ഥനയോടെ കാണുന്ന ഒരു ഇടം, ആ ഇടത്ത് നടന്നിരിക്കുന്ന തട്ടിപ്പിനെ അന്വേഷിക്കാൻ കേന്ദ്രം തയ്യാറാകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ആ ഉറപ്പ് ഉള്ളപ്പോൾ തന്നെയാണ് UDFൻ്റെ ഒരു നീക്കവും നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നടക്കട്ടെ എന്ന് നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും തീരുമാനിച്ചാൽ ഇവിടെ കുടുങ്ങാൻ പോകുന്നത് ആര് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, അയ്യപ്പൻ അതിന് മാപ്പ് നൽകില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ ഇങ്ങനെയൊരു വിഷയം ഇവിടെ പൊന്തി വന്നത്. ഭക്തജനങ്ങളെ സംബന്ധിച്ച് വൈകാരികമായുള്ള ബന്ധമാണ് ശബരിമലയുമായി ഉള്ളത്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണമെന്നും UDF ആവശ്യപ്പെടുമ്പോൾ ഏതായാലും കേന്ദ്രവും അതിന് ഓക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇവിടെ കുടുങ്ങാൻ പോകുന്നത് പ്രമുഖർ എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞു. നമുക്ക് അടൂർ പ്രകാശ് പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കാം. ഒരു വലിയ കൊള്ള നടക്കുമ്പോൾ ആ കൊള്ളയ്ക്ക് പിന്നിൽ എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്, അത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ചുമതല വഹിച്ചവർ അതിൽ പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും അതിൽ പങ്കാളികളാണോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പുറത്ത് വരാൻ കഴിയുന്നത്. ഇവിടെ ക്രൈംബ്രാഞ്ചിനെയും മറ്റും ഏൽപ്പിച്ചാൽ ആ അന്വേഷണം ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കില്ല എന്ന അഭിപ്രായമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.